ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് രത്തൻ കേൽക്കറെ നിയമിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ UDFും ഇലക്ഷൻ കമ്മീഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി പ്രശ്നങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായപ്പോൾ മംഗലാപുരത്തേക്കൊരു യാത്ര നടത്തിയിരുന്നു. ആ മംഗലാപുരം യാത്രയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് BJPയുടെ ഉയർന്ന നേതൃത്വവുമായി കൂടിയാലോചന നടത്തുന്നതിന് വേണ്ടിയാണ് പോയത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള സൂചനകളുണ്ടെന്നും എല്ലാമുള്ള പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ അത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകാൻ കോൺഗ്രസിൻ്റെ നേതൃത്വമോ VD സതീശനോ ഇതുവരെയും തയ്യാറായിരുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വവും AICC നേതൃത്വവും ഈ യാത്രയെ സംബന്ധിച്ച് ഒരു വിശദീകരണവും നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോഴുള്ള ഈ പുതിയ നിയമന രത്തൻ യു കാൽക്കരുടെ ഈ പുതിയ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ വന്നപ്പോഴും ഈ പ്രശ്നം വളരെ ഗൗരവമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിയമനം അങ്ങേയറ്റം ദുരൂഹത ഉയർത്തുന്നതാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആരോപണം LDFന് എന്തായാലും അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. ഒരു ഡീൽ എന്നൊരു ആക്ഷേപം LDFന് പൊതുവേ ഉണ്ട്. അല്ല, നേരത്തെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ നിയമനം തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങൾ ഉളവാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ രത്തൻ യു കേൽക്കറുടെ ഈ നിയമനത്തെ സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള ഒരു പരിശോധന വേണം. കോൺഗ്രസ് ഇത് സംബന്ധിച്ച് നേരത്തെ രാഹുൽ ഗാന്ധി ബംഗാളിലെ ഇത്തരത്തിലുള്ള ഒരു നിയമനത്തെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ച സമയത്ത് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനം നമ്മുടെ നാടിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വിമർശനങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ ഇത് അങ്ങേയറ്റത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തയ്യാറാണ്.